ഏപ്രിലിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ് ജനനം. 6 പതിറ്റാണ്ടിൽ അധികം നീണ്ട സംഗീത സപര്യ, 48,000-ലധികം ഗാനങ്ങൾ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇന്ത്യക്ക് പുറത്തെ ചില ഭാഷകൾ ഉൾപ്പെടെ ഗാനാലാപനം. 20-ലധികം ഭാഷകളിൽ പാടിയെന്നതാണ് ഈ 48,000 ഗാനങ്ങളുടെ കണക്ക്. അതേക്കുറിച്ച് സംഗീത പ്രതിഭകൾ സംസാരിക്കുമ്പോൾ പറയാറ്. മികച്ച ഗായിക്കുള്ള ദേശീയ പുരസ്കാരം നിരവധി തവണ, പത്മഭൂഷൺ പുരസ്കാരം ഉൾപ്പെടെ രാജ്യം ആദരിച്ച പ്രതിഭ ചരിത്രത്തിലേക്ക് മറയുകയാണ്. 2016 നേരത്തെ പറഞ്ഞ പോലെ മൈസൂരുവിൽ സംഗീത സപര്യ പൂർത്തിയാക്കി മലയാളത്തിൽ അടക്കം ഗാനങ്ങൾ ആലപിച്ച് സംഗീത ജീവിതത്തോട് വിട പറഞ്ഞു. പക്ഷേ പാട്ട് കേൾക്കൽ, പഴയ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കൽ, ഏറ്റവും ഒത്തുവരെ കാണൽ, അങ്ങനെ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി മൈസൂരുവിലായിരുന്നു. തൻ്റെ ശബ്ദത്തിൻ്റെ വൈവിധ്യം കൊണ്ട് എത്രയധികം സങ്കീർണമാണെങ്കിലും സങ്കീർണമായ ഇടങ്ങളെയും അതിലളിതമായി പാടാനുള്ള കഴിവ് അവൻ്റെ ഗാനങ്ങളെ വളരെ വ്യത്യസ്തമാക്കി. പലപ്പോഴും കുട്ടികളുടെ ശബ്ദം അത് ഗാനങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രായമായുള്ള ശബ്ദം ആ ഗാനങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഭാഷാ വൈദഗ്ധ്യം ഗാനങ്ങളിൽ പ്രകടമായിരുന്നു. 48,000 ഗാനങ്ങൾ കേൾവിക്കാർക്കായി മാറ്റിവെച്ച് ജാനകി യാത്ര പറയുകയാണ്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ സിനിമകളിലെ സുവർണ കാലഘട്ടത്തെ വരച്ചു വച്ച് നിർവഹിച്ചതിന് ശേഷം എസ് ജാനകി മടങ്ങുകയാണ്. എസ് ജാനകി വിട പറയുകയാണ്. സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ജനങ്ങൾ ഔദ്യോഗിക ബഹുമതി നൽകി കഴിഞ്ഞു. മലയാളികളുടെ മനസ്സിലെങ്ങും തങ്ങി നിൽക്കുന്ന ഒരു വെടി ഗാനങ്ങൾ സമ്മാനിച്ച എസ് ജാനകി
മടങ്ങുകയാണ്. സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. വിവിധ സർക്കാരുകളുടെ പ്രതിനിധികൾ, ഭരണതലത്തെ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ഗായകരുടെ വലിയ നിര, സിനിമാ ലോകത്തു നിന്നുള്ള ശിഷ്യഗണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആരാധക വൃന്ദം, ജനകീയയുടെ പാട്ടുകളെ നെഞ്ചോട് ചേർത്ത, മനസ്സിൽ കുറിച്ച, പലപ്പോഴും പാട്ടുകളിൽ ജീവിച്ച വലിയ ജനസഞ്ചയം മൈസൂര് വഴി യാത്ര പറയുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത ഗാനങ്ങൾ എന്ന് പറയുന്നത് പോലെ 48,000 ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്തൊരു വലിയ സംഖ്യയാണ് ആ സ്വരമാധുരിയിലൂടെ പുറത്തു വന്നത്. 20ലധികം ഭാഷകൾ എന്ന് പറയുമ്പോൾ ആ സ്വരമാധുരിയുടെ വൈവിധ്യവും ഭാഷാ വഴക്കവുമൊക്കെ എത്രമേൽ സുന്ദരവും മധുരവും വലുതുമായിരുന്നുവെന്ന് എപ്പോഴും സംഗീതാസ്വാദകരാകെ ഓർമ്മിക്കും. കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന നിരവധി ഗാനങ്ങൾ മലയാളത്തിനും സമ്മാനിച്ചാണ് എസ് ജാനകി മടങ്ങുന്നത്. സംസ്കാര ചടങ്ങുകളിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല, ജാപ്പനീസ്, സിംഹള, ജർമ്മൻ, അറബിക് ഭാഷകൾ ഉൾപ്പെടെ എസ് ജാനകിയുടെ സ്വരം ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സംഗീതത്തിൻ്റെ, സിനിമാ സംഗീതത്തിൻ്റെ ഒരു കാലത്തിൻ്റെ വലിയ ശബ്ദം, സമാന്തരമായി ക്ലാസിക്കൽ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ശബ്ദം, മൈസൂരിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്.